ഹലോ എല്ലാവർക്കും ഹലോ ബേബിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഡോക്ടർ നമ്മളുടെ ഒരു മെറ്റർനിറ്റി കിറ്റ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ആ കസ്റ്റമർ വളരെ നല്ല ഫീഡ്ബാക്ക് ആണ് നമുക്ക് തന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഡോക്ടർ കസ്റ്റമൈസ് ചെയ്തെടുത്തിയ ഒരു മെറ്റർനിറ്റി കിറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ഐറ്റം ഈ ഒരു ബേബി ബെഡ് വിത്ത് മൊസ്കിറ്റോ നെറ്റ് ആണ്. ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ നമുക്ക് ഈ ഒരു ബെഡിൽ നല്ല സേഫ് ആയിട്ട് കൊതുകിന്റെയോ പ്രാണികളുടെയോ ശല്യം ഒന്നുമില്ലാതെ കിടത്താവുന്നതാണ്. സൈഡിൽ ഇതുപോലെ ഫ്രില്ലൊക്കെ വെച്ച് നല്ല ക്യൂട്ട് പ്രിന്റിൽ വരുന്ന എക്സ്ട്രീംലി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബേബി ബെഡാണിത്. അടുത്തത് ഈ ബേബി ബെഡിന്റെ കൂടെ തന്നെ സെറ്റ് ആയിട്ട് വരുന്ന ഒരു ബേബി പില്ലോ ആണ്. നെക്സ്റ്റ് ഈ ഒരു ക്യാരി ബെഡ് ആണ്. കുഞ്ഞിനെ റൂമിൽ തന്ന ശേഷം എന്തെങ്കിലും സ്ക്രീനിങ്ങിനോ മറ്റോ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇതിൽ വെച്ച് നല്ല കംഫർട്ട് ആയിട്ട് നമുക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാവുന്നതാണ്. അതുപോലെ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകുന്ന ടൈമിലും കുഞ്ഞിനെ ഈ ഒരു ബെഡിൽ കിടത്തി സിബൊക്കെ ഇട്ട് നല്ല സേഫ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. നെക്സ്റ്റ് പോപ്പീസിന്റെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ വരുന്ന ഒരു ക്യാപ് ടവൽ ആണ്. കുഞ്ഞിനെ നമുക്ക് ഫുള്ള് കവർ ചെയ്ത് നമുക്ക് റാപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം കുഞ്ഞ് വലുതാകുന്നത് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസിലുള്ളതാണ്. അടുത്തതും ഒരു റിസീവിംഗ് ടവൽ ആണ്. ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഇതും നല്ല ക്യൂട്ട് പ്രിന്റിൽ വരുന്ന ഹൂഡഡ് ടൈപ്പ് റിസീവിംഗ് ടവൽ ആണ്. അടുത്തത് ഈ ഒരു പ്രിന്റഡ് ഡ്രൈ ഷീറ്റ് ആണ്. സ്മോൾ സൈസിൽ വരുന്ന ഒരു ഡ്രൈ ഷീറ്റ് ആണിത്. ഡ്രൈ ഷീറ്റ് എന്ന് പറയുന്നത് അറിയാലോ, പുറമെ ഇതുപോലെ സോഫ്റ്റ് ക്ലോത്ത് മെറ്റീരിയലും അകത്ത് പ്ലാസ്റ്റിക് കോട്ടിങ്ങുമാണ് വരുന്നത്. സോ നനവെല്ലാം പെട്ടെന്ന് ഇതിൽ ഡ്രൈ ആയിക്കോളും. സോ ഈ ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഡ്രൈ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബെഡ് പ്രൊട്ടക്ടർ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഒരു മീഡിയം സൈസ് ഡ്രൈ ഷീറ്റും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞ് അത്യാവശ്യം വലുതാകുന്നത് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസാണ്. നെക്സ്റ്റ് കുഞ്ഞിന്റെ ക്യാപ്പ്, മിറ്റൻസ്, ബൂട്ടീസ് ഇതൊക്കെയാണ്. ന്യൂബോൺ ബേബിക്ക് അറിയാലോ, നല്ല ഷാർപ്പ് ആയിട്ടുള്ള നെയിൽസ് ആയിരിക്കും. സോ ഈ മിറ്റൻസ് ഒക്കെ കൊടുത്താൽ കുഞ്ഞു മുഖത്ത് ഈ നെയിൽസ് വെച്ച് സ്ക്രാച്ച് ചെയ്യുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ബൂട്ടീസും കുഞ്ഞിന്റെ കാലൊക്കെ നല്ല വാമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് ന്യൂബോൺ സൈസിലുള്ള റോംബർ അല്ലെങ്കിൽ ജം സ്യൂട്ട് ആണ്. കുഞ്ഞിനെ ഫുള്ള് കവേർഡ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഡ്രസ്സാണിത്. ഡിസ്ചാർജ് ആയി നമുക്ക് വീട്ടിൽ പോകുമ്പോൾ ഒക്കെ നമുക്ക് ഈ ഡ്രസ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നല്ല സോഫ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ വരുന്ന ഇതുപോലെ ആനിമലിന്റെ പ്രിന്റ്സ് ഒക്കെ വരുന്ന ഒരു ബേബി ബാത്ത് ടവൽ ആണ്. കുഞ്ഞ് അത്യാവശ്യം വലുതാകുന്നത് വരെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ന്യൂബോൺ ജബല അല്ലെങ്കിൽ കെട്ടുടുപ്പാണ്. ഫ്രണ്ടിൽ സ്നാപ്പ് ബട്ടൺ വന്നിട്ട് ഇതുപോലെ രണ്ട് പ്രിന്റഡ് ജബലാസ് ആണ് ആദ്യം വരുന്നത്. 100% പ്യുവർ കോട്ടൺ സോഫ്റ്റ് മെറ്റീരിയൽ വരുന്ന ജബലാസ് ആണിത്. പിന്നെ ഫ്രണ്ടിൽ കെട്ടുന്ന ടൈപ്പിൽ 6 വൈറ്റ് ജബല കൂടെ ഉണ്ട്. ആദ്യമായി കുഞ്ഞിനെ ഈസി ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ജബലാസ് ആണിത്. അടുത്തത് കുഞ്ഞിന്റെ ഫേസ് ടവൽസ് അല്ലെങ്കിൽ വാഷ് ക്ലോത്ത് ആണ്. 4 ഫേസ് ടവൽസ് ആണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ നല്ല ക്യൂട്ട് പ്രിന്റ്സിൽ വരുന്ന വാഷ് ക്ലോത്ത് ആണുള്ളത്. നെക്സ്റ്റ് ഒരു പ്ലാസ്റ്റിക് ബാത്ത് ഷീറ്റ് ആണ്. നമുക്ക് പിന്നീടായാലും ഒരുപാട് യൂസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. ബെഡ് പ്രൊട്ടക്ടർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല സൈസിലുള്ള ഷീറ്റാണിത്. കുഞ്ഞു വലുതാകുന്നത് വരെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് വെറ്റ് വൈപ്സ് ആണ്. മിക്ക ഹോസ്പിറ്റലുകളിലും ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ തുടച്ച് ക്ലീൻ ഒക്കെ ചെയ്യാനായിട്ട് വെറ്റ് വൈപ്സ് ചോദിക്കാറുണ്ട്. സോ ഇത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വെറ്റ് വൈപ്സ് ആണ്. 80 വൈപ്സ് ആണ് ഈ ഒരു പാക്കറ്റിൽ ടോട്ടൽ വരുന്നത്. ഡിസ്ചാർജ് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകുമ്പോൾ നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഉള്ളത് ഒരു ബേബി സോപ്പ്, ബേബി നെയിൽ കട്ട്, അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്പോസിബിൾ റേസ്, ബേബി പൗഡർ, ബേബി കോംബ്, ഡിസ്പോസിബിൾ ഡയപ്പർ, അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള മറ്റർനിറ്റി പാഡ്, അതിന്റെ പാഡ് ഫിക്സേറ്റ്. ഇത് ഫ്രീ സൈസ് ആണ്, മീൻസ് സ്ട്രെച്ചബിൾ ആണ്. സോ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് ഈ ഒരു സൈസ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു പൗഡർ പഫും പൗഡർ ടിന്നുമാണ്. പിന്നെ ലാസ്റ്റ് ഉള്ളത് നമ്മൾ ഈ ഒരു കിറ്റിന്റെ കൂടെ ഫ്രീ കൊടുക്കുന്ന ഒരു ബാസ്ക്കറ്റ് ആണ്. ഇതിൽ നമുക്ക് കുഞ്ഞിന്റെ ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒരു കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്തെടുത്ത ഈ ഒരു കിറ്റിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ മെറ്റർനിറ്റി കിറ്റ് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാനോ അല്ലെങ്കിൽ ഫുൾ കിറ്റ് ആയിട്ട് വാങ്ങാനോ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്താൽ മതിയാകും.